പാലിയേക്കര ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കൂടുതൽ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് തന്നെ ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹൈക്കോടതിയിൽ നിന്ന് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും കേസുകളുമായിരുന്നു. പാലിയേക്കര ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെതിരായ അപ്പീലാണ് ഇന്ന് പരിഗണിക്കുന്നത്. NHന്റെ നിലപാട് എന്തായിരിക്കും? നേരത്തെ തന്നെ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വവും ഉണ്ടായിരുന്നല്ലോ. രാജേഷ്, ഷാജി കോടങ്കണ്ടത്തിൻ്റെ ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഇത്തരം ഹർജികൾ, അതായത് ഹൈക്കോടതി ഇത് പരിഗണിക്കുന്ന സമയത്ത് തന്നെയും അല്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ദേശീയപാത അതോറിറ്റി നേരത്തെ സുപ്രീം കോടതിയിലേക്ക് എത്തിയതാണ്. അതായത് ആ സമയത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്ന നടപടികളാണ് അവിടെ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമാക്കി ഹൈക്കോടതി തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 17-ന് ടോൾ താൽക്കാലികമായി പിരിക്കാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയത്. അതിൽ തന്നെ ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയത് 65 കിലോമീറ്റർ ദൂരത്തിൽ ആകെ 5 കിലോമീറ്റർ മാത്രമാണ് പ്രശ്നങ്ങളുള്ളത്, ബാക്കി എല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ടോൾ പിരിക്കാൻ അനുമതി നൽകിയത്. അതിനെതിരെയാണ് ഇപ്പോൾ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി ഉത്തരവുകൾ മറികടന്നാണ് ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഹർജിക്കാർ ആരോപിക്കുന്നത്. സുപ്രീം കോടതി വ്യക്തമാക്കിയത് പൂർണ്ണമായും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കി സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ സഞ്ചാര യോഗ്യമാക്കിയ ശേഷം മാത്രം ടോൾ പിരിവ് മതി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനെയാണ് മറികടന്ന് ഹൈക്കോടതി ഇത്തരം ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് ഹർജിക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഹൈക്കോടതി പരിഗണിച്ചത് നിലവിലെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. മാത്രമല്ല, അങ്ങനെ ടോൾ പിരിക്കാതെ അടച്ചിടുന്നത് എല്ലാ തരത്തിലും മുന്നോട്ട് പോക്കിനെ ബാധിക്കുമെന്നും പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ഇതൊക്കെ തന്നെയാണ് ഹർജിക്കാരും ദേശീയപാത അതോറിറ്റിയൊക്കെ തന്നെ വാദിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. ആ നീക്കം അംഗീകരിച്ചുകൊണ്ടാണ് 17 ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. പക്ഷേ അതിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ ഈ ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് മുൻപ് വന്ന സമയത്തൊക്കെ തന്നെ സുപ്രീം കോടതി പറഞ്ഞത് ആളുകളുടെ സഞ്ചാരയോഗ്യമായി ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് പ്രധാന ചുമതല, അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. ഇനി അതേ നിലപാട് കോടതി ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായേക്കാം. രാജേഷ്.